അയ്യോ, ഇന്നത്തെ താരന്തേ ഈ കുരുത്തം കേട്ടവനാണ് കേട്ടോ. അതായത് അയ്യോ ഒന്നും പറയണ്ട, ഒരെങ്ങനെ ഞാനൊന്ന് കുളിപ്പിച്ച പോലെയാണ് കാണുന്നത്. ക്യാമറ ഒക്കെ മിക്കവാറും മറിച്ചിടും. ഇതിനെടുത്ത് ഞാൻ താഴെ വെക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളോട് ഇവനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത്ര സിമ്പിളല്ല പൂമാരെ വളർത്തല് എന്നും കൂടി എനിക്ക് പറയണമല്ലോ അല്ലേ. അതുകൊണ്ട് കേട്ടോ, ഇവന് ഈ കിടന്ന് വെപ്രാളം കാണിക്കുന്നുണ്ട്. ഇപ്പൊ വരാട്ടോ, ഇവനെ കണ്ടോ നിങ്ങൾ? ഈ യുദ്ധം മുഴുവനും ഈ കുളി കഴിഞ്ഞതിൻ്റെ യുദ്ധമാണ് ഈ കാണിക്കണേ കേട്ടോ. കുളിപ്പിക്കാനായിട്ട് ഒരു അനുസരണി എന്ന് പറഞ്ഞ സാധനമില്ല. ഞാൻ ഇത്രയും പേര് വളർത്തിയിട്ടും അയ്യോ, ഞാൻ ഇക്ഷ എന്നെ വരച്ചു പോയത് ഇവൻ്റെ കാര്യത്തിലാണ്. കാരണം ഇനിയിപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര സിമ്പിളായിട്ട് അവരെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഇവൻ്റെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ല് നോക്കി സാധാരണ ഡോഗ്സ് പോയിട്ട് ചെയ്യും. പക്ഷെ ഇവന്മാർ അങ്ങനെയല്ല. ഏറ്റവും നല്ല സ്ഥലം വേണം ഇവർക്ക്, മനസ്സിലായോ? ഏറ്റവും നല്ല, അതായത് വീടിൻ്റെ അകത്ത് വളർത്താൻ പറ്റുമെങ്കിലും എങ്കിൽ പോലും ഇവർ നല്ല നല്ല കാർപ്പറ്റുകൾ, നല്ല നല്ല സ്ഥലം, അവിടേക്ക് ഇവർ യൂറിൻ പാസ് ചെയ്യത്തുള്ളൂ. അതായത് എല്ലാ കാര്യങ്ങളും ഒരു കാർപ്പറ്റിൽ അങ്ങനെയായിട്ട് ചെയ്യത്തുള്ളൂ. ഇവരെ ഞാൻ ട്രെയിൻ ചെയ്യാൻ നോക്കിയിട്ട് ഇവൻ്റെ തന്നെ മൂത്രമൊഴിച്ച കാർപ്പറ്റ് കൊണ്ട് ഞാൻ പുറത്തിട്ടിട്ട് പോലും പുച്ഛിച്ച് മടുത്തിട്ടിങ്ങ് വരും. ഇനി ഓരോ ബ്രീഡും എനിക്ക് തോന്നിക്കണേ ഓരോ ഷിപ്സും ഓരോ ടൈപ്പാണെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ കുളിപ്പിച്ചു. ഇവർക്ക് ഉറപ്പായിട്ടും ഡ്രയർ ഒരെണ്ണം വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇവരിങ്ങനെ നന്നായിട്ട് പിന്നൊക്കെ നന്നായിട്ട് നോക്കി ഇത് ചെയ്യണം. കാരണം ഇത് ചുമ്മാ ഒരു ഡോഗ് ഉണക്കുന്ന പോലെ. ഞാനേ മൈക്ക് എടുത്ത് വെക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുന്തവും കേൾക്കാൻ പറ്റൂല. യെസ്, മൈക്ക് എടുത്ത് വെച്ചു. എന്തൊക്കെയോ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ കൊരങ്ങച്ചനെ നമുക്കിനി ഒരു സുന്ദരക്കുട്ടപ്പനാക്കണം. നിന്നെ കാണട്ടെ എല്ലാരും കേട്ടാ. നിന്നെ എല്ലാരും കാണട്ടെ. കണ്ടോ, ഒരു ഭയങ്കര ഹെവി ചൂടിലൊന്നും ഇവരെ ഇത് ചെയ്യരുത്. ഒരു മീഡിയം, നമ്മളെ ഹെയറൊക്കെ നോക്കുന്ന പോലെ. ഈ കിടന്ന് പുഷ്ടി പിടിക്കുന്ന സാധനത്തിനെ കണ്ടോ, അടി കിട്ടും നിനക്ക്. അടി വേണോ വേണോ വേണോ? കണ്ടോ കണ്ടോ, ഇവിടെ വാടാ, ഇവിടെ വാടാ. ആ നന്നായിട്ട് നമ്മൾ ഇവരെ ഉണക്കി കൊടുക്കണം കേട്ടോ. ഞാൻ പിന്നെ ഇവനെ കുറച്ച് രോമം ഡ്രിം ചെയ്തായിരുന്നു. ഇവന് കുറച്ച് ഡാൻഡ്രഫ് പോലെ, സ്കിൻ ഡിസീസിന് എന്നാൽ പറയാനും പറ്റത്തില്ല, ഡാൻഡ്രഫിന്റെ ഒരു എക്സ്ട്രീം ലെവല്. അപ്പൊ ഞാൻ YBസിന്റെ ഓയില്, ഈ പെറ്റ്സ് ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും YBസ് എന്ന് പറയുന്നത് എത്ര മാരക സ്കിന്നിന് പ്രശ്നമുള്ളവർക്കും YBസിന്റെ ഓയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറും. ആ ഓയിൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു 10 ദിവസമൊക്കെ അടുപ്പിച്ച് അങ്ങ് തേക്കുക, കുളിപ്പിക്കരുത്. ചെറിയൊരു വെയിലത്ത് നിർത്തുന്നത് നല്ലതാണത്. ചെറിയൊരു ഭയങ്കര വെയിലത്ത് നിർത്തി ഇവരെ കഷ്ടപ്പെടുത്തരുത്. ചെറിയൊരു വെയില് കൊള്ളുന്നത് നല്ലതാണ് ഈ YBസിന്റെ ഓയിൽ. 10 ദിവസം കണ്ടിന്യൂസ് പരട്ടിയിട്ട് നമ്മൾ ഷാമ്പു വാഷ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 10 ദിവസം, എനിക്ക് അങ്ങനെ ഒരു 10-20 ദിവസം, 2 സെറ്റിങ് ആകുമ്പോൾ തന്നെ ശരിക്കും മാറും. ഇവന്റെ അങ്ങനെ നന്നായിട്ട് ഇപ്പൊ അങ്ങനെ വലിയ ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ പുള്ളിക്ക്. ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു. അടി വേണോ നിനക്ക്? പൈസ തന്നെ. ആ എല്ലാം കരയൊക്കെ ചെയ്യും. ഈ പുറകെ കടിയൻ. നമുക്ക് വേദന എടുക്കത്തൊന്നുമില്ല കേട്ടോ. പിച്ചിട്ടേ ഈ ഡോഗ്സിന്റെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റണുണ്ടോന്ന് അറിയത്തില്ല. ഡോഗ്സ് എപ്പോഴും
ഡോഗ്സിനെ എപ്പോഴും എല്ലാ ദിവസവും കുളിപ്പിക്കണം എന്ന് പറയുന്നത് അത് ശുദ്ധ മണ്ടത്തിനുമാണ്. എത്രത്തോളം കുളിപ്പിക്കുന്നു അത്രത്തോളം ഇവരെ സ്മെല്ല് കൂടത്തേ ഉള്ളൂ. ഒരു 2 ആഴ്ച കൂടുമ്പോ, വലിയ ചെളിയും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോ ഒന്ന് വാഷ് ചെയ്താൽ മതി. പിന്നെ അതുകൂടാതെ എല്ലാവരും ഈ ഞാനിപ്പോ വാഷ് ചെയ്യണത് നോർമൽ ഷാമ്പൂ ഉണ്ട് ഇവർക്ക്. അതുകൂടാതെ ടിക്സിന്റെ ഷാമ്പൂ ഉണ്ട്, ഡാൻഡ്രഫായി ഹെയർ ഫോളിന്റെ ഷാമ്പൂ ഉണ്ട്. അപ്പൊ ഞാനത് ശരിക്കും പറഞ്ഞാല് ഒരാഴ്ച ഒരു തവണ ഞാൻ നോർമൽ വാഷ് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഒരു തവണ ടിക്ക് ഉണ്ടായാലും ഇല്ലെങ്കിൽ, ടിക്ക് എന്ന് പറഞ്ഞാൽ ചെള്ള് പല രീതിയിൽ കണ്ടിട്ടില്ലേ, ചെള്ള് കുഞ്ഞിച്ചെള്ള് അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോ ചെള്ളുണ്ടായാലും ഇല്ലെങ്കിലും ഇവർക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു തവണ എങ്ങാണ്ട് വലിയ ചെള്ള് ചോര കുടിക്കുന്നുണ്ടായിട്ട് ഞാൻ മറ്റേ ബ്രാവിറ്റോ അങ്ങനെ എന്തോ ഒരു ടാബ്ലറ്റ് മറന്നു പോയത്, 2000 സംതിങ് ആണ്, അത് കൊടുത്തിട്ട് പിന്നെ ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ടിക് ഫീവർ വന്നു കഴിഞ്ഞാൽ പെറ്റ്സ് ഉള്ളവർക്ക് അറിയാൻ പറ്റും, മരണം വരെ സംഭവിക്കും. അപ്പൊ ഞാൻ ഇടക്ക് ഇപ്പോ ടിക്സിന്റെ ഷാമ്പു ഉപയോഗിക്കും, പിന്നെ ഹെയർ ഫോളിന്റെ ഷാമ്പു ഉപയോഗിക്കും. അത് ഇങ്ങനെ മാറി മാറി ഉണ്ടായില്ലെങ്കിലും ഞാൻ ഉപയോഗിക്കും. ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ടേ അതൊരു നല്ല ഷാമ്പു ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ഫ്ലേ ആൻഡ് ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഷാമ്പു, അത് ഞാനിപ്പോ വാങ്ങിച്ചത് ഷോപ്പിൽ നിന്നാണ്. ഇത് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അത്യാവശ്യം ഒരു 700-800 രൂപയ്ക്ക് ഉണ്ട്. പക്ഷെ അടിപൊളിയാണിത്. എപ്പോഴും ഉപയോഗിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല, മാസത്തിൽ ഒരിക്കലെങ്കിലും ഇവർക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ കൊരങ്ങനെ ഞാൻ ഇന്ന് ഇതാണ് ഉപയോഗിച്ചത്. ഇവന്റെ ഇപ്പൊ ഹെയർ ഒക്കെ പോയതൊക്കെ വന്നു തുടങ്ങി, പോയതല്ല നമ്മൾ ട്രിം ചെയ്തതാണ്, വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഏറ്റവും കൂടുതൽ മടിയുള്ളത് ഇവനാണ് കുളിക്കാൻ. യുദ്ധമാണ്. നിങ്ങളൊന്ന് കുളിപ്പിക്കണ കാണിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാ കാണിക്കാൻ പറ്റണ? യുദ്ധമാണ്, യുദ്ധം അല്ലേ അല്ലേ? നീ അല്ലേ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? തല്ലോ എന്നെ നീ? എടാ എന്റെ മറ്റേ പിള്ളേര് വരെ എന്റെ നേരെ ഇങ്ങനെ വന്നിട്ടില്ല. അറിയോ നിനക്ക്? അറിയോ? നിനക്കറിയോ? അവര് പോലും വന്നിട്ടില്ല ഇങ്ങോട്ട്. കണ്ടാ തറുതല പറയണ നോക്ക്. കണ്ടാ എന്റെ മോൻ വരെ 10-20 വയസ്സായപ്പോഴതിൽ പിറൂർക്കൽ തുടങ്ങിയത്. അവന്മാര് വരെ അടങ്ങിയ നിക്കണത്. എന്നോട് ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല ഒരുത്തനും. മനസ്സിലാവണ്ട നിനക്ക്? എനിക്ക് കുറക്കാൻ അറിയടാ. കടിക്കുന്നോ സംഭവം? ശരി, ഇവന്മാരെ അതായത് ഷിറ്റ്സ് എന്ന് പറയുന്നത് നമ്മള് മനുഷ്യരെ പോലെയാണ് ശരിക്കും കേട്ടോ. അപ്പൊ ഇവനെ നമുക്കൊന്ന് ഉണക്കി സെറ്റ് ചെയ്തെടുക്കാം. നിക്കണോടാ, ഞാനുണ്ടല്ലോ ഇവർക്ക് ഈ കോമ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് ഇവന്മാർക്ക് കുറച്ചുകൂടി കെട്ട് വീഴുന്നതൊക്കെ ഒഴിവാക്കാം. ഇപ്പൊ ഇവര് രോമൊന്നുമില്ല, അപ്പൊ അതുകൊണ്ട് അടി കിട്ടും. അടി കിട്ടടാ. ആഹാ, അടി കിട്ടുന്ന കിട്ടും, കരയൊന്നും വേണ്ട. അപ്പൊ ഇവരുടെ ഈ കണ്ടോ തലയിൽ മാത്രമേ ഇവന്റെ രോമം വെച്ചുള്ളൂ. അപ്പൊ ഇവർക്ക് ഈ കെട്ട് കണ്ടോ, ഈ കെട്ട് മാറ്റാനൊക്കെ നമുക്ക് ഈ ഒരു കോമ്പ് നല്ലതാണ് കേട്ടോ. ഞാൻ പിന്നെ നമ്മളുടെ പെറ്റ്സിന്റെ അവിടെ കോമ്പ് കിട്ടും. ഇതാവുമ്പോന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കോമ്പ് മാറ്റണം എന്നാണ്. നമ്മൾ ഈ പെറ്റ് ഷോപ്പിലൊക്കെ വാങ്ങിക്കണ കോമ്പിന് ഭയങ്കര വിലയാണ്. അപ്പൊ നമ്മളത് കഴുകി ഉപയോഗിക്കത്തുള്ളൂ. പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ കോമ്പ് നമുക്ക് അധികം പൈസ ഇല്ല, ഇടയ്ക്ക് നമുക്കിത് മാറ്റുകയും ചെയ്യാം. നമ്മളാണെങ്കിലും നമ്മളെ ഹെയർ ശരിക്കും ഹെയർ നോക്കുവാണെങ്കിൽ ഒക്കെ മാറ്റില്ല. അവിടെ ഇരുന്നേ ഇവിടെ. അപ്പൊ അതുപോലെ ഇടയ്ക്ക് മാറ്റണം എന്നാണ്. ഷിറ്റ്സുവിന് ഡോഗ്സിന് ഏതിനായാലും നമ്മൾ ഓവർ കെയർ കൊടുത്ത് വഷളാക്കരുത്. ഓവർ കെയർ നോക്കി ഇങ്ങനെ ഉപ്പന്റെ കണ്ണ് പോലെ ഇതുങ്ങളിങ്ങനെ നോക്കി തന്നെ ഇരിക്കുന്നത് ഭയങ്കര അപകടമാണ്. നമുക്ക് സമാധാനക്കേടായിരിക്കും. പെറ്റ്സിനെ വളർത്തുന്നത് ഭയങ്കര ഭാരമായിട്ട് തോന്നും. ഒരുപാട് ഓവർ കെയർ ഒന്നും നമ്മൾ കൊടുക്കണ്ട. അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങള്, ഫുഡിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങള് ഒക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇരുന്നോടാ. പിന്നെ ഷിറ്റ്സുവിന് എപ്പോഴും നമ്മള് കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എല്ലാ ദിവസവും മുടി ഇരുന്നല്ലേ, വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട. ഒരു നേരമെങ്കിലും അറ്റ്ലീസ്റ്റ് കോംബ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ണിന്റെ അവിടെ ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് ക്ലിയർ ചെയ്യണം. കണ്ണിപ്പിള പോലെ ഇവർക്ക് വരും. അവിടെ ഈ പറഞ്ഞ പോലെ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഭയങ്കര സ്മെല്ലൊന്നും അല്ല. അവിടെ എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുത്ത് ഇവര് ഫേസ് ഒക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരുപാട് നിങ്ങൾ ഓവർ കെയർ ചെയ്ത് ഒരുപാട് ഫുഡിലും കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ഇവരൊരു ഭാരമായിട്ട് തോന്നും. കണ്ട ഇവന്റെ വായിലാണ് ഞാൻ പിടിച്ചു നിർത്തിയേക്കണത്. പിന്നെ ഓരോ ഡോഗും ഓരോ വീട്ടില് ഓരോ പോലെ ഇരിക്കും. അല്ലാതെ ആ വീട്ടിലെ ഡോഗ് ഇങ്ങനെയാണല്ലോ, ആ വീട്ടിലെ ആൾ ഇങ്ങനെയാണല്ലോ, അത് നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും. നമ്മൾ വളർത്തി ഇപ്പൊ റോഡ് വീലറിനെയൊക്കെ താരാട്ട് പാടുന്ന വീട്ടുകാരുണ്ട്. ഓരോ ഡോഗിനെ നമ്മൾ എങ്ങനെ വളർത്തുന്നു അതുപോലെയാണ്. ഇപ്പൊ നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തുന്നു, നമുക്ക് വളർത്തി വഷളാക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരടി കൊടുക്കാം. അപ്പൊ അതുപോലെയാണ്. ഞാനപ്പൊ ഇവനൊന്ന്
ഉണക്കട്ടെ, അല്ലെങ്കിൽ ഈ കൊരങ്ങനുണ്ടല്ലോ എന്നെ കൊണ്ട് സംസാരിപ്പിക്കത്തുമില്ല. ഉണങ്ങിയേനി, കാരണം പുള്ളിക്കാരന് രോമം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോണ്ടേ ഒരുങ്ങി. ഇനിയിപ്പോ ഒന്ന് മുടിയൊക്കെ കെട്ടി കൊടുക്കണം പുള്ളീനെ. മുടിയൊക്കെ കെട്ടി കൊടുത്തില്ലെങ്കിൽ ഒരുമാതിരി കൂതറ സ്വഭാവം കാണിക്കും. നിക്കടോടാ, നിക്കടാ, നിക്കടോ, ഇവിടെ മാടിവിടാ, മാടിവിടാ. സാധനം ഒന്നറിയോ എന്ത് സാധനം? അങ്ങനെ അലർജിയോ ഹെയർ ഫോളോ ഉള്ളൊരു ബ്രീഡല്ല ഷിറ്റ്സു കേട്ടോ. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കണം. കുട്ടികൾക്കൊക്കെ ഒരു പെറ്റ്സിന് നമ്മൾ കൊടുക്കുന്നത് അവർക്കുള്ള സ്ട്രെസ്സും അവർക്കുള്ള നല്ല ഇത് എന്താണ് ഒരു ഹോർമോൺ ഉണ്ടല്ലോ, സ്നേഹ ഹോർമോൺ, അതിന്റെ ഇംഗ്ലീഷ് എനിക്ക് അറിയത്തില്ല, മറന്നുപോയി. അതെല്ലാം കൂട്ടാൻ നല്ലതാണ്. അവർക്കുള്ളിലെ വയലന്റ് മോഡും, ഈ പറഞ്ഞ പിള്ളേര് കണ്ടിട്ടില്ല, ഭയങ്കര വയലന്റ് ആയിരിക്കും, ഭയങ്കര കുറുമ്പന്മാരായിരിക്കും. അവർക്കൊക്കെ ഒരു ഡോഗിനെ വളർത്തി കൊടുത്തു കഴിഞ്ഞാല് അവരവരുടെ കാര്യങ്ങളൊക്കെ നോക്കി അവർക്ക് കൂടുതലും ദേഷ്യ സ്വഭാവത്തിനേക്കാളും സ്നേഹ ഹോർമോൺ ആയിരിക്കും കൂടുതൽ വേണ്ടത്. അല്ലേ അല്ലേ റിയോ ബേബി? ബേബിന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത്രയും സന്തോഷം വേറില്ല, പെട്ടെന്നും പാഞ്ഞു വരും. ചുമ്മാ റിയോന്ന് കിടന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അവൻ തിരിഞ്ഞു നോക്കൂല. റിയോ ബേബി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്ന് ഓടി വരും. ഈ ആള് അന്നാമ്മയുടെ ആളാണ്. അന്നാമ്മയുടെ മുമ്പിൽ വെച്ച് ഞാൻ ഒരു അടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. അത് ബേബി അല്ലേ, അമ്മ എന്തിനാണ് തല്ലുന്നേന്ന് ചോദിക്കും. ഇടയ്ക്ക് ഒരടിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അല്ലാതെ ഒരു പുന്നാരിച്ച് ഒരുപാട് വഷളാക്കണം എന്നുള്ളൊരു ഇതൊന്നുമില്ല. ഞാൻ ഇവനെ ഉണക്കിയിട്ട് ഇവന്റെ ഹെയർ ആക്സസറീസ് എടുത്തിട്ട് വരാം, നമുക്ക് മുടി കെട്ടിക്കൊടുക്കാം കേട്ടോ. അതെ സുന്ദര കുട്ടപ്പന ഞാൻ ഉണക്കി നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി. ഇതുപോലത്തെ കുറച്ച് ബുഷികളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. നമ്മുടെ കുട്ടികൾക്ക് മേടിക്കണൊക്കെ തന്നെ മേടിച്ചാലും മതി, നമ്മൾ അടി കിട്ടും. പെറ്റ് ഷോപ്പിൽ പോയിട്ട് തന്നെ അതിന്റെ പൈസ കൊടുത്ത് മേടിക്കണമെന്നൊന്നും ഞാൻ പറയില്ല. നമ്മളുടെ ഇതുപോലത്തെ കുറച്ച് ബുഷികളൊക്കെ നമുക്കൊരു പെട്ടിയിൽ ആമസോണിലൊക്കെ കിട്ടും. അപ്പൊ അത് മേടിച്ച് ഇവനെ നമുക്ക് മുടി കെട്ടിക്കൊടുക്കാം. അടി കെട്ടിയാലുണ്ടല്ലോ ഒറ്റ കൊമ്പി കെട്ടിക്കൊടുക്കുക. കാരണം ഈ കഴിഞ്ഞ ദിവസമൊക്കെ 2 കൊമ്പി കെട്ടിയിട്ടുണ്ടല്ലോ, അവനെ ഒരുമാതിരി അടി 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 കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടും എൻ്റെ അടുത്തുനിന്ന്. നമ്മുടെ പിള്ളേരെയൊക്കെ നമ്മള് മുടി കെട്ടാൻ പിടിക്കില്ലേ, അത് തന്നെ അവസ്ഥ. എനിക്ക് തോന്നുന്നത് എന്റെ പപ്പ ചെറുപ്പത്തിലൊക്കെ മുടി കെട്ടി തരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയേക്കണം. അതേപോലെ തന്നെയാണ് ഇവനും. ഒരുമാതിരി കൂതറ സ്വഭാവമാണ് എന്റെ പിള്ളേരെ. എല്ലാ ദിവസവും ഒന്നും മുടിയൊക്കെ ഒരു തവണ കെട്ടിയിരിക്കും, 2-3 ദിവസത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടാ, മര്യാദക്കൊക്കെ ഇരിക്കും. കാരണം ഇവർക്ക് ഈ കണ്ണിലോട്ടൊക്കെ മുടി വരുമല്ലോടാ. അപ്പൊ നമ്മള് എന്നാ ഒരുപാട് ഏത് സമയവും ട്രിം ചെയ്തിട്ട് ഇവരെ കാണാനൊരു ഭംഗിയും ഉണ്ടാവില്ല. എവിടെ ആ മീശയൊക്കെ ഒന്ന് ഈരട്ടെ. കോരങ്ങച്ചിനെ കൊണ്ട് ഇനി ഇതുപോലുള്ള ചോട്ടാ ക്ലിപ്പൊക്കെ കിട്ടും. കണ്ടോ, ഇതുപോലുള്ള ചോട്ടാ ക്ലിപ്പൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ വെച്ച് നല്ല സുന്ദരന്മാരാക്കണം. എന്തെടുത്താലും പറക്കി തിന്നോളം. തന്നേടാ വായല എന്നാണ് നീ തിന്നത്? കണ്ടോ, അവന്റെ ഒരു ബുഷി റബ്ബർ ബാൻഡ് എടുത്ത് തിന്നാണ് ഈ കൊരങ്ങൻ. ഇപ്പൊ ഈ പെർഫ്യൂം ഒക്കെ ഉണ്ട്, ഈ ഡോഗ്സിനുള്ള പൗഡറും പെർഫ്യൂമൊക്കെ ഉണ്ട്. അതൊക്കെ ഉള്ളവർക്ക് അത് ചെയ്യാം. ഞാൻ എപ്പോഴും ഈ സ്കിന്നിന് പ്രശ്നമുള്ള ഡോഗ്സിനൊന്നും ഞാനത് സപ്പോർട്ട് ചെയ്യില്ല. അതൊക്കെ ഇട്ടിട്ടാണെങ്കിലും ചിലവര് ചുമ്മാ കുളിപ്പിക്കലോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഈ ഒരു പെർഫ്യൂം അടിച്ച് ഒക്കെ നടക്കും. അതിനോട് വലിയ യോജിപ്പുള്ള ഒരാളൊന്നും അല്ലട്ടെ. ഒന്ന് കാണിച്ചു കൊടുത്തേ, സുന്ദരനായതൊന്ന് കാണിച്ചു കൊടുത്തേ. അവിടെ ഇരുന്നേ, മുടി കെട്ടിയത് കാണിച്ചു കൊടുത്തേ, ഒന്ന് കാണിച്ചു കൊടുക്കടാ. കണ്ടാ മുടി കെട്ടി. ഇവരെ കണ്ണൊക്കെ എപ്പോഴും കണ്ടോ, കണ്ണൊക്കെ നമുക്ക് ടിഷ്യൂ ഉപയോഗിച്ചൊക്കെ നമുക്ക് സുന്ദരമാക്കി. വായില് എന്തൊക്കെ ഉണ്ട്, ഇതൊക്കെ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ടിഷ്യൂ എടുക്കുക, ടിഷ്യൂ എടുത്തിട്ട് നമ്മൾ ഇരുന്നേടാ, ടിഷ്യൂ എടുത്ത് നന്നായിട്ട് അങ്ങ് പിടിച്ചോളാം കൈ. കണ്ടോ, അടി പിടിച്ച് ചിലപ്പോ പിടിച്ചു കൂട്ടി നല്ലോണം ഇറുക്കിയൊക്കെ പിടിക്കേണ്ടി വരും. ഒന്ന് നല്ലതായിട്ട് തുടച്ചു കൊടുക്കണം കേട്ടോ ഇവർക്ക് ടിഷ്യൂ ഉപയോഗിച്ച്. ഈ ആളെയാണ് ഞാൻ കുളിപ്പിച്ച് വെകിളിയാണ് ഇതോടെ. കണ്ടോ കണ്ടോ, ഒരു ബൈ ബൈ പറഞ്ഞേ, നിങ്ങളുടെ ചാനലാണ്.
കുളിച്ച് സുന്ദരനായി ബൈ ബൈ പറ. ബൈ ബൈ. നിക്കടോ 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 ദേ പറഞ്ഞേ ബൈ ബൈ. അടാ ഈ കൊരങ്ങച്ചനെ ഞാനിപ്പൊ കാണിച്ചില്ലേ, കാണിച്ച് നിങ്ങൾ ഇനി വേറെ വീഡിയോ എടുക്കുമ്പോൾ നോക്കിക്കോട്ടോ ഇവൻ ഏത് കോലത്തിലായിരിക്കും. കൊട്ടും ഞാൻ ചുണ്ടത്തിട്ടൊക്കെ ഇട്ട് കൊട്ടോട്ടാ ഇവന്മാര് കൊറേ കടിയന്മാരാവുമ്പോ. പറഞ്ഞേ ബൈ ബൈ പറഞ്ഞേ ബൈ 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 ബൈ. കടിക്കണോ കടിക്കണോ തിരികെ സാധനമേ കേട്ടോ കേട്ടോ കടിക്കണണ്ടിരുന്നുണ്ട്. വേദന ഒന്നും ഉണ്ടാവൂല കേട്ടോ. കടിയനാണെന്ന് ചേച്ചി മേടിക്കാതെ ഒന്നിരിക്കണ നല്ല ഡോഗാണ്. ഇതുപോലത്തെ കുരുത്തക്കേടെ ഉള്ള കുരുത്തം നല്ലതാണ്. ഇതിന് 6 മാസമായിട്ടുള്ളൂ അല്ലേ. അപ്പൊ 6 മാസത്തിന്റെ ഒരു സ്വഭാവവും കാണിക്കും. 6 മാസം എന്ന് പറഞ്ഞാൽ 6 വയസ്സെന്നൊക്കെയാണ് പറയുന്നത്. 10 മാസം എന്ന് പറഞ്ഞാൽ 10 വയസ്സെന്നൊക്കെയാണ് പറയുന്നതെന്നാണ്. അപ്പൊ ഈ 6 വയസ്സിന്റെ കുരുത്തക്കേട് എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. വന്നേടാ ടാറ്റ പറഞ്ഞേ ബൈ 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 ബൈ. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഗ്ലൂക്കോസ് പൊടി. ശരി എന്നാ.